2018 പ്രളയം മനുഷ്യനിർമ്മിതം ആരോപണവുമായി മാത്യു കുഴൽനാടൻ മന്ത്രിയുടെ സംഭാഷണം പുറത്തുവിട്ടു. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും ഇതിനു പിന്നിൽ അഴിമതിയാണെന്നുമുള്ള ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA. അഴിമതിക്ക് തെളിവായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേതെന്ന് അവകാശപ്പെട്ട ഫോൺ സംഭാഷണവും കുഴൽനാടൻ പുറത്തുവിട്ടു. സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനായി ഡാമുകൾ തുറക്കാൻ വൈകിയതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്നാണ് ആരോപണം. അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രി മാത്യു ടി തോമസിനും LDFിലെ മറ്റ് നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്നും കൃഷ്ണൻകുട്ടിയുടെ ഫോൺ സംഭാഷണം ചൂണ്ടിക്കാട്ടി കുഴൽനാടൻ ആരോപിച്ചു. കൃഷ്ണൻകുട്ടി സ്വന്തം പാർട്ടിയിലെ മുതിർന്ന ഒരംഗത്തോട് സംസാരിക്കുന്നതാണ് ഫോൺ സംഭാഷണത്തിൽ ഉള്ളതെന്ന് കുഴൽനാടൻ പറഞ്ഞു. അധികം പുണ്യാളനെന്നും ചമയേണ്ട എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നത് സ്വന്തം പാർട്ടിയിലെ തന്നെ അംഗമായ മാത്യു ടി തോമസിനെ കുറിച്ചാണെന്നും കുഴൽനാടൻ പറഞ്ഞു. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിയതാണ് പ്രളയത്തിനുള്ള കാരണങ്ങളിൽ ഒന്നെന്ന് ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. ഇത് 1 മാസം മുൻപേ തുറക്കേണ്ടതായിരുന്നു. അത് തുറക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടിട്ടും തുറന്നില്ല. അത് തുറന്നാൽ താഴെയുള്ള മണൽത്തിട്ട വെള്ളം കൊണ്ടുപോകും. ഒരു സ്വകാര്യ കമ്പനി മണലിന്റെ കരാർ എടുത്തിരിക്കുന്നത് ക്യൂബിക് മീറ്ററിന് 62 രൂപയ്ക്കാണ്. അത് മറച്ചു വിറ്റാൽ 2000 രൂപ കിട്ടും. എല്ലാ ചെലവും കഴിഞ്ഞ് 300 കോടി രൂപയെങ്കിലും കിട്ടും. ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. തോട്ടപ്പള്ളി സ്പിൽവേക്ക് കീഴ് താഴെയുള്ള കരിമണൽ ഒഴുകിപ്പോകാതിരിക്കാൻ ഡാം തുറക്കാൻ വൈകിയെന്നും ഇത് കരാറുകാർക്ക് ലാഭം ഉണ്ടാക്കാനായിരുന്നു എന്നുമാണ് ആരോപണം. പെരിങ്ങൽകുത്ത് ഡാം തുറക്കാൻ വൈകിയതിന് പിന്നിലും അഴിമതിയാണെന്ന് ഫോൺ സംഭാഷണം ചൂണ്ടിക്കാട്ടി കുഴൽനാടൻ ആരോപിച്ചു. നേരത്തെ തുറന്നു വിടേണ്ടിയിരുന്ന ഡാം അവസാന നിമിഷം തുറന്നതോടെ ചെങ്ങന്നൂർ മുങ്ങുകയായിരുന്നു. ആളിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് തുറന്നു വിടേണ്ടിയിരുന്ന വെള്ളം അവിടുത്തെ കോൺട്രാക്ടറുടെ താല്പര്യം സംരക്ഷിക്കാനായി വെള്ളം ഒഴുക്കാതെ പിടിച്ചു നിർത്തിയെന്നതാണ് മറ്റൊരു ആരോപണം. ഒടുവിൽ ആളിയാറിലെ വെള്ളം ഒരുമിച്ച് തുറന്നതാണ് ചാലക്കുടിയെ മുക്കിയതെന്നും ഫോൺ സംഭാഷണം ചൂണ്ടിക്കാട്ടി കുഴൽനാടൻ പറയുന്നു.